മുഖത്തെ പിഗ്മെൻറ്റേഷൻ, പാടുകൾ, അതുപോലെ തന്നെ വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ് ഇതൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ യൂസിൽ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഗ്രാജുവലി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന വെയിലേറ്റ കരിവാളിപ്പ്, അതായത് നമ്മുടെ സൺ ടാൻ, ഇതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ ഫസ്റ്റ് തന്നെ നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് കെട്ടി വെക്കണം. ഞാൻ ഇന്ന് എണ്ണ തേച്ചത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ടൈറ്റായിട്ട് കെട്ടി വെച്ചേക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഫേസിലോട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. ആക്ച്വലി നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ ഫേസ് ഇത്രയും ഫെയർ അല്ലായിരുന്നു. ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഫേസ് പാക്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത്രയൊരു ഗ്ലോ എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മൾ കോഫി പൗഡറാണ് ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. റൂവിൻ്റെ സാഷയാണ് എടുത്തിട്ടുള്ളത്. വെറും 2 രൂപയെ വരുന്നുള്ളൂ. സോ വളരെ അഫോർഡബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേറെ വലിയ പാക്കറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊന്ന് വാങ്ങിച്ചു നോക്കാം. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വലിയ പാക്കറ്റ് വാങ്ങിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് പല മൾട്ടിപർപ്പസ് ആണല്ലോ കോഫി പൗഡർ എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അല്ല, 1 സ്പൂൺ വരുമല്ലേ ഇത്രയും എടുക്കുമ്പോൾ, 1 സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ബാക്കി അതേപോലെ തന്നെ ആ പാക്കറ്റിൽ തന്നെ നല്ല ടൈറ്റായിട്ട് പൊതിഞ്ഞ് വെക്കാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾ വലിയ പാക്കറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കുക. ഏതൊരു കോഫി പൗഡറും യൂസ് ചെയ്യാം. കട്ടയുള്ളതിനേക്കാളും നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. സോ നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ കോഫി പൗഡർ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. തേൻ ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് തേൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് തേൻ്റെ പ്രത്യേകിച്ച് ഞാൻ കാണിക്കാത്തത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സംഭവം നമുക്ക് ഓൺലൈനിൽ കിട്ടത്തുമില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല തേൻ നോക്കി മേടിക്കാം. മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വലിയ ബോട്ടിലാണെങ്കിൽ നമുക്ക് ഓൺലൈനും വാങ്ങാനായിട്ട് പറ്റും. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ അതൊന്ന് സംഘടിപ്പിച്ച് വെക്കുക. തേൻ നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ്സും ഫെയർനെസ്സും തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇന്നലെ ഉണ്ടായിരുന്ന ആളെ അല്ല ഇന്ന് വേറൊരാളെ മാറും എന്നല്ല. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. സൺ ടാൻ റിമൂവ് ചെയ്യാൻ തൈരിനേക്കാളും വലിയ ബെസ്റ്റായിട്ടുള്ളൊരു സംഭവം വേറെ ഇല്ല. ഇൻ കേസ് നിങ്ങൾക്ക് തൈര് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് തൈരിന് പകരമായിട്ട് ടൊമാറ്റോ ജ്യൂസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ജ്യൂസും നമുക്ക് സ്കിൻ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും അതുപോലെ സൺ ടാൻ റിമൂവ് ചെയ്യാനും വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തൈരെടുത്തതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൈരല്ലെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസ് യൂസ് ചെയ്യാം. ടൊമാറ്റോ അരച്ചിട്ട് അത് കുറച്ച് പ്യൂരി ആക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ 3 ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കോഫി പൗഡർ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫെയർനെസ് തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് പെട്ടെന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റൻ അപ്പ് ആയി തോന്നും. ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കിൻ കളറല്ല കേട്ടോ. ഇപ്പോൾ ഏത് സ്കിൻ കളറിലുള്ളവരാണെങ്കിലും സൺ ടാൻ ഏൽക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സൺ ടാനൊക്കെ മാറ്റി എത്ര നിറം എന്നതിലുപരി നമുക്ക് എല്ലാവർക്കും സ്കിൻ അടിപൊളിയാണ്. ഇപ്പം ഡാർക്ക് സ്കിൻ ആണെങ്കിൽ മാത്രമല്ല, ഫെയർ സ്കിൻ ആണെങ്കിൽ മാത്രമല്ല, എല്ലാ സ്കിന്നും സൂപ്പറാണ്, അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കിൻ ടോൺസ് എല്ലാം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ട് തന്നെ സൺ ടാൻ ഇട്ടിട്ടുണ്ട്, കറുത്ത പാടുകൾ വന്നിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണം. പിഗ്മെൻറ്റേഷൻ, അൺഈവനായിട്ട് സ്കിൻ ടോൺ ഉണ്ട്, അതായത് നമുക്ക് ചുണ്ടിനവിടെ ഒരു നിറമാണ്, കവിളിനവിടെ വേറൊരു നിറമാണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണമല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളോട് കാണിക്കുന്ന ഒരു കരുണയായിട്ട് കണ്ടാൽ മതി. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ അല്ലാതെ വേറെ ആരുമില്ല. സോ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ടൈം കണ്ടെത്തി അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിന്
വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതൊരു സ്കിൻ കളറാണെങ്കിലും സ്കിൻ ടൈപ്പ് ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക്. സോ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫേസ് ഓൾറെഡി നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് അലർജി അല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുകൊണ്ടാണ് ഞാൻ തൈരിന് ഓൾട്ടർനേറ്റീവ് പറഞ്ഞത്. തൈരായിരിക്കും കൂടുതൽ പേർക്കും സെൻസിറ്റീവ് ആയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അതിന് ഓൾട്ടർനേറ്റീവ് പറഞ്ഞത്. സോ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ കമ്പൽസറി നിങ്ങൾ യൂസ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് സെറ്റ് ആവത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. ഓക്കെ, ബാക്കിയൊക്കെ ഇത് തന്നെ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഫേസിലോട്ട് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. എൻ്റെ സൗണ്ട് കുറച്ചൊന്ന് അടഞ്ഞിരിക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല, ഞാൻ നല്ല തണുത്ത ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴേ മാറുള്ളൂ. എനിവേയ്സ്, നമ്മൾ ഈ ഫേസ് പാക്ക് ഫേസിലോട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കര വെണ്ണ പോലെ ഇരിക്കും. ഇതിൽ നമ്മൾ സ്ക്രബിങ് ആയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല, തേൻ യൂസ് ചെയ്യുന്നുണ്ട്, തൈര് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ കഴുത്തിലും അതുപോലെ മുഖത്തും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പാക്കും നിങ്ങൾ ഫേസിലും മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ ഒരു ഈവൻനെസ് ഫീൽ ആകുള്ളൂ. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പം കഴുത്തിൻ്റെ കളറിൽ ഒരു ചെറിയ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. സോ നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്, പെട്ടെന്ന് ഡ്രൈ ആയി പോവില്ല. അതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് സുഖമായിട്ട് വെച്ചിരിക്കാനായിട്ട് പറ്റും. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക. ഒരു 15 മിനിറ്റ് 2 പാട്ടൊക്കെ കേട്ടിരുന്നാൽ മതി. അപ്പോഴേക്കും നമുക്കിത് ഫേസ് പാക്ക് വാഷ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ ഇത് പോയിട്ട് വാഷ് ചെയ്യുക. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുമാത്രമല്ല, നമ്മൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസമാണ്, നമുക്ക് നാളെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം രാത്രി നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഫീലാകും. അത് മതി. ഇനി നിങ്ങൾക്ക് സ്കിൻ കൺസേൺ, പിഗ്മെൻറ്റേഷൻ, പാടുകളൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ഒരു 5 ദിവസമൊക്കെ, ആഴ്ചയിലൊരു 5 ദിവസം 4-5 ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ക്രബിങ് പാർട്ടിക്കിൾ ഒന്നുമില്ല കണ്ടോ. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും എൻ്റെ സ്കിന്നിന് ഇപ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ആകുന്നില്ല. അതായത് കോഫി എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എത്ര തന്നെ ഡെഡ് സെൽസ് ഉണ്ടെങ്കിലും പാടുകളുണ്ടെങ്കിലും അതുപോലെ നമുക്ക് വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പുണ്ടെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. കണ്ടോ, പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടിയത് കണ്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഒരു ഐസ് ക്യൂബ് വെച്ച് നല്ല ഒരു മസാജൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ നല്ല ഐസ് വാട്ടറിൽ മുഖമൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി ബേസ് ആയിരിക്കും. ഒപ്പം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സൺസ്ക്രീൻ കൂടെ യൂസ് ചെയ്യുക. പെട്ടെന്ന് ചെയ്യുക. നമ്മുടെ ഫേസിലുള്ള ആ ഒരു തണുപ്പ് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടെ ഫേസിലെ സ്കിൻ കെയർ അതുപോലെ മേക്കപ്പൊക്കെ പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മേക്കപ്പ് കുറേ നേരം ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫ്ലോലെസ് ആയിട്ടുള്ള മേക്കപ്പ് കിട്ടും. ഇത് നിങ്ങൾ ഡെയിലി റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിന്ന് തന്നെ കിട്ടും. സ്കിൻ കെയറിലാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത നമ്മുടെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഹോം മെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്ത മോയ്സ്ചറൈസറാണ്. സോ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. ഇത് കൂടാതെ ഈ ഒരു ഫേസ് പാക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് മടിക്കണ്ട. കഴുത്തിലും അതുപോലെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് സ്കിൻ എഫക്റ്റൊക്കെ കിട്ടാനായിട്ട് വളരെ വളരെ നല്ലതാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഒരു നിറം വയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതോടുകൂടി നിങ്ങൾ നിർത്തരുത്. വീണ്ടും അപ്ലൈ ചെയ്യുക. ഒരാഴ്ചയിലൊരു 4-5 ദിവസമൊക്കെ മാക്സിമം അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പാക്ക് സെറ്റ് ആവത്തില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ വേറെ ഒരുപാട് ഫേസ് പാക്സ് അവൈലബിൾ ആണ്. എന്തൊക്കെ സ്കിൻ കൺസേണിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പാക്ക് നോക്കുന്നത് അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.